എല്ലാവർക്കും ശിങ്കന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു താറാവ് സ്റ്റൂവാണ് കേട്ടോ. അപ്പോൾ നല്ല അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ താറാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ സ്റ്റൂവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എരിവിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ആകുമ്പോൾ ടേസ്റ്റ് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ ഒരു 8 വിസിലാണ് ഇത് വേവിച്ചെടുക്കാനായിട്ട് വേണ്ടത് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തലേ ദിവസം വേവിച്ച് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഈ കളർ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ റാഗി വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കറി ആയതുകൊണ്ടാണ് തലേ ദിവസം വേവിച്ച് വെച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, റാഗി വെള്ളയപ്പത്തിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് നൈസല്ല, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒരു സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ ക്യാരറ്റും നമുക്കൊന്ന് ഇതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഈ ഒരു സൈസിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇത് രണ്ടും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ താറാവ് വേവിച്ച് വെച്ചിട്ടുണ്ടാകുന്ന ആ കുക്കറിൽ തന്നെ നമുക്ക് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു 3 വിസിലാകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് നാളികേരം ചെരുകിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇത്രയും വെള്ളം, അതായത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കേട്ടോ. എന്നിട്ട് നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഇത്രയും തേങ്ങാപ്പാൽ ആദ്യത്തെ പാൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് രണ്ടാം പാൽ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് രണ്ടാം പാൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവോള ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് നൈസായിട്ട് ഇതേ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. അങ്ങനെ അതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സൈസിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്കൊന്ന് നൈസായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒന്ന് നീളത്തിലേക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഞാൻ അധികം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് അത്ര വെളുത്തുള്ളിയുടെ ചില ഇതിലൊക്കെ കുത്തുണ്ടാവും. അതുകൊണ്ടാണ് 2 അല്ലി വെളുത്തുള്ളി മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത്രയും മല്ലിയിലയും കൂടിയും അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, അപ്പോൾ കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഉരുളിയിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് വഴൻ്റെ അതിലൊന്ന് കിടന്നിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ ഈ സവോളയും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സവോള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെയാണ് നമ്മൾ ഇതിനൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഇവിടെ വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ താറാവിൻ്റെ വേവിച്ച് വെച്ചതും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ താറാവിൻ്റെ കുറച്ച് നെയ്യ് കൂടുതലായിരുന്നു, അത് തൊലിയോട് കൂടിയിട്ടാണ് അവർ നമുക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ നെയ്യ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും അതിലത്തെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അധികം കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അധികം നെയ്യൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെച്ചിട്ട് ആ പീസ് അധികം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് കുരുമുളക് പൊടി, ഞാൻ പറഞ്ഞു നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. മെയിനായിട്ട് ഇതിൽ കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കുരുമുളക്, അതായത് 1 ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആ കഷ്ണം എല്ലാം കൂടിയിട്ടൊന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനിയാണ് നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഒന്നാം പാലിലല്ല വേവിച്ചെടുക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഒന്നാം പാലിലൊന്ന് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ അത് ഒന്നാം പാലും കൂടി ആയിട്ടൊന്ന് മിക്സായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിനെ ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒന്നാം പാലിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇതിലുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ ഇതിലൊന്ന് ഇട്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രേവിയിൽ ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഉടഞ്ഞിങ്ങനെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഈ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ് അതിൽ മിക്സായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യത്തിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും തിളപ്പിക്കരുത്, കാരണം അത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തിളപ്പിക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, നമ്മുടെ കറിയുടെ മെയിൻ ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ താറാവ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊന്ന് അടച്ചു വെക്കാനാണ് പോകുന്നത്. കാരണം ആ എല്ലാ വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെക്കണം. കാരണം അതൊന്ന് അടഞ്ഞിരിക്കുമ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി. നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പറഞ്ഞല്ലോ, വെള്ളയപ്പത്തിനാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഗ്രേവിയും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വെള്ളയപ്പം, ഇടിയപ്പം, പത്തിരി, അതുപോലെ ചപ്പാത്തി, പിന്നെ പൊറോട്ട, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയുള്ള സൂപ്പർ ഒരു റെസിപ്പി തന്നെയാണിത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലവർക്ക് എരിവൊക്കെ കൂടുതലായിരിക്കും വേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവ് കൂട്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇടണം. മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.